നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കല്ലുരുക്കിയെക്കുറിച്ചാണ്. അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഒരു അരോമില കുറ്റിച്ചെടിയാണ് കല്ലുരുക്കി. സ്ക്രോഫിലറേസിയ ഫാമിലിയിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രീയ നാമം സ്കോപ്പേറിയ ഡൽസിസ് എന്നാണ്. ഉയർന്ന വരണ്ട കുന്നുകളിലും തരിശുഭൂമികളിലും റോഡി റമ്പുകളിലും ഇത് ധാരാളമായി കണ്ടുവരുന്നു. 1 മുതൽ 3 അടി വരെ ഉയരുന്ന ഈ വാർഷിക സസ്യത്തിന് ധാരാളം ചെറുചിലകൾ കാണപ്പെടുന്നു. ഇതിൻ്റെ ഇലകൾ കുന്താകാരത്തിലോ മീനകുന്താകാരത്തിലോ സമുഖമായാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഇലയുടെ അരികുകൾ അർക്കവാളിൻ്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. മങ്ങിയ വെള്ള നിറമുള്ള ഇതിൻ്റെ പൂക്കൾ ഇലകക്ഷങ്ങളിൽ ഒറ്റയ്ക്ക് കാണപ്പെടുന്നു. ഗോളാകൃതിയിലാണ് ഇതിൻ്റെ ഫലം. ഏണും കുഴിയുമുള്ള ധാരാളം വിത്തുകൾ ഇതിൽ കാണപ്പെടുന്നു. മൂത്രാശയത്തെ കല്ലുരുക്കുവാൻ ഇത് വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ്. ഇതിൻ്റെ അമിത ഉപയോഗം ശുക്രശോഷണത്തിന് കാരണമാക്കുന്നു. പനി, കൃമി, കുഷ്ഠം, വ്രണം, രക്തവികാരം എന്നിവയ്ക്ക് വളരെയധികം ഉപയോഗപ്രദമായ ഒരു ഔഷധമാണ് കല്ലുരുക്കി. ഇതിൻ്റെ കൂടുതൽ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഈ കല്ലുരുക്കി അതിൻ്റെ പേര് കൊണ്ട് തന്നെ സൂചിപ്പിക്കുമ്പോൾ കല്ലിന് ഉരുക്കി കളയുന്നതിനർത്ഥം. അതായത് മൂത്രക്കല്ലിന് ഏറ്റവും അഗ്രമായി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കല്ലുരുക്കി. അത് ദിവസേന അത് അരച്ച് ലേശം ഒരു 5 ഗ്രാം ഇത് അരച്ച് കുഴമ്പാക്കിയിട്ട് തേൻ ചേർത്ത് ദിവസേന കഴിച്ചാൽ ഒരുവിധം ഒരു 4 mm ഉള്ള കല്ലൊക്കെ സുഖമായിട്ട് അത് ലയിച്ചു പോകും. പിന്നെ ഇതിന് വെച്ചാൽ മൂത്രശുദ്ധീകരമാണത്. ഈ മൂത്രം പോകുമ്പോൾ തടസ്സമുള്ള ആൾക്കാർക്കൊക്കെ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ ഇതിനൊരു ഗുണം എന്താ വെച്ചാൽ ഈ രക്തശുദ്ധീകരമാണ്. അതായത് രക്തത്തിൽ കലർന്ന മറ്റ് പല ഈ മാലിന്യങ്ങളെയും ഇത് ലയിപ്പിച്ച് പുറത്തേക്ക് കളയും. അങ്ങനെ രക്തശുദ്ധീകരമാവാനായിട്ട് തന്നെ ഇത് ഈ ത്വക്ക് രോഗങ്ങൾ വളരെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിന് ഈ അസ്ഥിസ്രാവത്തിന് ഇത് തേൻ ചേർത്തിട്ട് അരച്ചിട്ട് തേൻ ചേർത്ത് ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ അതിനും നല്ല ഫലപ്രദമാണ്. പൊതുവെ ഇത് ശരീരത്തിന് ഈ ഒരു എനർജി കൊടുക്കുന്ന ഒരു ചെടി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത് നല്ല ഒരു ഔഷധമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫലസ്ഥിതി ഈ കല്ലുരുക്കിയുടെ ഇല അരച്ചിട്ട് നെറുകയിലിങ്ങനെ തളം വയ്ക്കും. അത് തളം വയ്ക്കും ചെയ്യുക. ഈ കഴുത്തിൽ അത് അരച്ചിടുമ്പോൾ ഈ ടോൺസിൽസ് എന്ന രോഗം കുറയും. അതുകൊണ്ട് ഇതിട്ട് മൂപ്പിച്ച വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ ഈ ടോൺസിൽസ് രോഗം കുറയുന്നുണ്ട്.